ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ വന്നിരിക്കുന്നത് ഏതാണ്ട് എന്തോ അയാൾക്ക് ഏതാണ്ട് അമ്മയുടെ പാസ്ബുക്കിന്റെ ഏതാണ്ട് വേണമെന്ന്. എന്തിനാന്ന് നമുക്കറിയത്തില്ല, എന്തിനാന്ന് നോക്കട്ടെ, എന്തിനാന്ന് ഇതൊക്കെ ചോദിക്കട്ടെ. പാസ്ബുക്ക് അല്ലാതെ ഞാൻ കറക്റ്റായിട്ട് ചോദിക്കട്ടെ. അമ്മയുടെ ബാഗിനകത്താ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എന്ന്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അല്ല. അമ്മ എടുക്കുന്ന റീസൺ എന്ന് പറഞ്ഞ എന്താണിത്? നമ്മുടെ ഈ ഓർഡർ പട്ടിക അതൊരു നമ്മുടെ ഒരു 10-35 പേരെ ഈ എന്തുവാ നോ മാർക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് നോ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൃത്യമായിട്ട് ഈ ഡീറ്റെയിൽസ് ഒന്നും കയറാത്ത ഒരു ഇത്രയും പേരുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ അവരുടെ ഈ പ്രായവും വയസ്സും എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ അന്ന് ഈ ഓർഡർ പട്ടികയ്ക്കകത്ത് പേര് ചേർക്കുമ്പോഴത്തേക്ക് വേറെ പ്രായമൊക്കെ ആയിരിക്കും, മനസ്സിലായി? അതിന് നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് ഉണ്ട്, അപ്പൊ അതിനകത്ത് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം തന്നെ ഇത്രയും പേരേ ഉള്ളൂ കണ്ടോ. എന്റെ മൊബൈലിനകത്ത് വരും ഒരു 24 പേരുടെ പേര്. അപ്പൊ അവരുടെ ഏതെങ്കിലും ഡീറ്റെയിൽസ് ഒന്ന് നമ്മുടെ SLC ബുക്കിന്റെ ഫ്രണ്ട് പേജിന്റെ ഇല്ലെങ്കിൽ എന്താണ് ഈ നമ്മുടെ പ്രായം തെളിയിക്കുന്നുണ്ടത്, പാസ്പോർട്ട് ആയാലും ബാങ്കിന്റെ പാസ്ബുക്ക്, അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഈ ഇലക്ഷൻ കമ്മീഷൻ അതിനകത്ത് ഏതെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്താൽ. അമ്മയുടെ 10ലെ ബുക്കുണ്ടോ? 10ലെ ബുക്കുണ്ടോ? 10ലെ ബുക്ക് എന്ത് ചെയ്യേ? 10ലെ 10ാം ക്ലാസ് പാസ്സായ ബുക്കുണ്ടോ അമ്മയുടെ? എന്ത് ചെയ്ത് എടുത്തേ? ഈ ഇരിക്കുന്ന ബാഗിലാണോ? ഇതിലാണോ? ഇതിലാണോ? ഇതല്ല, അവിടെ വാ. കയറി വാട്ടോ. ഇതിനകത്തോ ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് അതായാലും മതിയോ? ടീച്ചേഴ്സോ? ഇതും പാസ്സായ ഇതറിയാം, അമ്മയുടെ ആണോ? എന്തോ? സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആയാലും മതിയല്ലോ, അല്ലയോ? അമ്മ ടീച്ചറായിരുന്നേ. അപ്പൊ പിന്നെ പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ കളയുവോ? നമ്മുടെ സർട്ടിഫിക്കറ്റ് ഏതായാലും എടുക്കാമല്ലോ നിങ്ങൾക്ക്. അതേണ്ട ഇവിടെ ഉണ്ട്. ഇത് സെക്കൻഡറി സ്കൂളല്ലേ? ഇതേണ്ടത് അന്ന് വേണ്ട നല്ല ഒന്നാമത്തെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാർ എഴുതിയതാണ്, കണ്ടില്ലയോ? അന്ന് പഠിത്തമുള്ളവർ ഇല്ലാഞ്ഞിട്ടാണോ? ഇത് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ BLO. ഞാൻ TTC ആയിരുന്നു. ഞാൻ സ്കൂളിലാണ്, ഞാൻ അധ്യാപകനാണ്. പിന്നെ BLO എങ്ങനായി? അത് നമുക്ക് ഗവൺമെന്റ് ജോലിക്കാരെയാണ് ഈ BLO ഗവൺമെന്റ് സർവീസ്. ശരി. ഇന്നാളി വന്നതും സാറല്ലേ? എന്താണെന്നറിയോ, ചില ആൾക്കാർ നമ്മളെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ പറയണ്ടോ, ഇത്രയും പേരെ ഉള്ളൂ. ഇത്രയും പേരെ ചില ഡീറ്റെയിൽസ് എനിക്ക് അതിനകത്ത് വരും, അമ്മയുടെ വരും. പേര് സ്പെല്ലിംഗ് തെറ്റാണോ? അല്ല, അത് കുഴപ്പമില്ല. അപ്പൊ അതിനകത്ത് ഈ ചില എന്തെങ്കിലും ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഡോക്യുമെന്റ്സ് കൊടുക്കണം. ഇപ്പം കുഴപ്പമില്ല.
എന്റെ പേരിന്റെ സ്പെല്ലിംഗ് ആണോ തെറ്റ്? ഇതിനകത്ത് RETTNA എന്ന് കിടക്കുന്നല്ലേ? രത്നമ്മ എൻ്റെ ഇവിടെ ഇതിനകത്തുണ്ടല്ലോ. മോന്റെ വീട് ഇവിടെ? എൻ്റെ വീട് ആലിൻ്റെ മുക്കിൽ, നമ്മുടെ എന്താ മൂന്നാംകുറ്റിയിൽ നിന്ന് വടക്കോട്ട് വരുന്നത്. ആലിന്റെ മുക്കൊന്ന് കേട്ടിട്ടുണ്ടോ? അല്ല സർ, എന്താണെന്നറിയാവോ, നമ്മള് പലരും ഇങ്ങനെ, ഞാൻ ഡിവോഴ്സ്ഡ് ആണ്, ഇവിടെ പലതും നടക്കുന്നുണ്ട്, കണ്ടില്ലയോ? പലതും നമ്മളെ വെച്ചിങ്ങനെ അനാവശ്യമായിട്ടൊക്കെ ഓരോന്ന് പറയുക, നമ്മളെ ഉപദ്രവിക്കാൻ വരിക, അങ്ങനെ ഭയങ്കര ശല്യമാണ് സത്യത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ തിരക്കുന്നത്. ആ ശരി, ഓക്കെ. അല്ലെങ്കിൽ പിന്നെ മെനക്കേട, അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഹിയറിങ്ങിന് ഉണ്ട്, അമ്മയും കൊണ്ട് നമ്മള് എന്താണ് വില്ലേജ് ഓഫീസ് ഹിയറിങ്ങിനൊക്കെ പോകും. ഓ അത് പാടാ. ശരി ശരി. ബുക്ക് സൂക്ഷിച്ചു വെക്കണമല്ലോ, അല്ലയോ? അല്ല ഇതേ നമ്മുടെ ബുക്കേ, നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ സൂക്ഷിച്ചു വെക്കത്തില്ലേ എന്തായാലും? ശരി ശരി. അതേതാണ്ട് റെഡിയാക്കാനൊന്ന്. ബാമേ പോ.